ഹായ് ഫ്രണ്ട്സ്, അങ്ങനെയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഊട്ടിയിൽ നിൽക്കുവാണ്. ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് നമ്മൾ കേറാൻ വേണ്ടി പോണേണ് ബബ്ലൂസ്. ചോക്ലേറ്റ് ഫാക്ടറി മാത്രമല്ല, പിന്നെ തേയില ഫാക്ടറിയും കൂടി ഇല്ലേ? തേയില ഫാക്ടറിയും കൂടെ ഉണ്ട്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. എന്തായാലും ഇവരുടെ ബുദ്ധി കൊള്ളാം കേട്ടാ. അപാര ബുദ്ധി തന്നെയാണ് കേട്ടാ. കാരണം ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞ് ഇതെല്ലാം നമ്മളെ കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് ഓരോരോ ഷോപ്പുകളുണ്ട് ഇതിന്റേതായ. ആ ഷോപ്പിൽ നിന്ന് നമ്മൾ എന്തായാലും അതൊക്കെ വാങ്ങിക്കാതെ ഇറങ്ങത്തില്ല. എന്തായാലും നമ്മുടെ കേരളത്തിൽ ഇതുപോലൊക്കെ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം കേട്ടോ. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഊട്ടി വരുന്നവർ ഇടിച്ചു കയറി കാണുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. പിന്നെ കുഴപ്പമില്ല, നല്ല നല്ല തേയിലയൊക്കെ വാങ്ങിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോവാം. പിന്നെ നല്ല ചോക്ലേറ്റ്, ഒരുപാട് ടൈപ്പിലെ ചോക്ലേറ്റുകൾ ഇവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. എന്നാലും നമ്മുടെ രണ്ടുപേരുടെയും രണ്ടാഗ്രഹങ്ങൾ ഇവിടെ കയറുമ്പോൾ നടക്കും ബബ്ലൂസ്. എന്തൊക്കെയാണെന്ന് ബബ്ലൂസ് ഒന്ന് പറഞ്ഞേ. പിന്നെ തസ്മീർ പിന്നെ എപ്പോഴും ചായ കുടിയാണ്ട് തേയിലയുടെ ആവശ്യമുണ്ട്. ബബ്ലൂസിന് ഞാനാണെങ്കിൽ ഒരു ചോക്ലേറ്റ് ഫാനായുണ്ട്. ഇഷ്ടം പോലെ ചോക്ലേറ്റ് കഴിക്കാം. അന്നേരം എനിക്ക് ചായയും കുടിക്കാം, ബബ്ലൂസിന് ചോക്ലേറ്റും കഴിക്കാം. അതുകൂടാതെ എന്തോരം ടൈപ്പിലാന്നറിയാവോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പോലും കാണാത്ത ടൈപ്പിലെ ചോക്ലേറ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. മിഷ്യൻ കണ്ടപ്പോ തന്നെ നമുക്ക് എന്തോ അതിശയം തോന്നും കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഉള്ളിൽ കയറുന്നതും ഇതുപോലുള്ള മിഷ്യനൊക്കെ കാണുന്നത്. നമുക്ക് അതിന്റെ അടുത്തോട്ടൊന്നും ചെല്ലാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പുറത്ത് നിന്നിട്ട് ഗ്ലാസിന് പുറത്ത് നിന്ന് കാണാം അല്ലേ? അത് മതി. കാരണം അത്രയ്ക്ക് നീറ്റായിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കേണ്ടത്. അപ്പൊ എല്ലാരും കൂടെ കയറി അതിൻ്റെ അകത്ത് കുളവാക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ചെയ്യാനും പറ്റത്തില്ല. എന്തായാലും ബബ്ലൂസിന്റെ ഒരു ആഗ്രഹം സാധിച്ചല്ലേ? എന്റെ ആഗ്രഹമായിരുന്നു ഈ ചോക്ലേറ്റ് ഫാക്ടറി, തേയില ഫാക്ടറി ഇതുപോലുള്ള സ്ഥലത്തൊക്കെ സന്ദർശിക്കാൻ, അതൊക്കെ കാണാനും. ഇത് മാത്രമല്ല, ഒരുപാട് ഓരോ സ്ഥലത്ത് ട്രാവൽ ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ്. അപ്പം എല്ലാം നമ്മൾ കഴിവതും നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. കണ്ടില്ലേ എന്തൊക്കെ ടൈപ്പിലെ മിഷ്യനാണ് ഇരിക്കുന്നത് അല്ലേ? പക്ഷേ ഇത് കണ്ടില്ലേ, അവസാനം ചോക്ലേറ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടില്ലേ? നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് കണ്ടില്ലേ, ഏത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ്. പിന്നെ താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോ നമുക്ക് എല്ലാ ടൈപ്പിലെ ചോക്ലേറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇവരൊക്കെയാണ് ഈ ഉണ്ടാക്കുന്നത് കേട്ടോ. താഴെ ചെന്നാ കിട്ടുമെന്നാണ് പറയുന്നത്. താഴത്ത് ഇതിന്റെ ഷോപ്പ് ഉണ്ട്. ഇത് മാത്രം ഓരോരോ ഷോപ്പ്. വൈറ്റ് ചോക്ലേറ്റ് ഇവിടുന്ന് അവര് തരത്തില്ല, ഷോപ്പിൽ നിന്ന് തരത്തുള്ളൂ. എന്തായാലും പിന്നെ കണ്ടിട്ട് തന്നെ കൊതി വരുന്നു കേട്ടാ. ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത ആരാണുള്ളത് അല്ലേ? ഇത് കണ്ടോ. ഇനി നമ്മൾ പോകുന്ന ടീ ഫാക്ടറിയിലോട്ടാണ് കേട്ടോ. അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. താഴെ നമുക്ക് ഇതിന്റെ ചോക്ലേറ്റിന്റെ ഷോപ്പും ടീയുടെ ഷോപ്പൊക്കെ കാണാൻ വേണ്ടി പറ്റും. അവസാനം അത് വെച്ചേക്കുന്നത് ഇത് കണ്ടില്ലേ. ഇവിടെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് കേറാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. നമ്മുടെ ഈ കിട്ടുന്ന ആ തേയില എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്കറിയാം. പച്ച ഇല ആ തേയിലയുടെ ഇങ്ങനെ നുള്ളി എടുക്കുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു രൂപത്തില് നമ്മുടെ ഈ കിട്ടുന്നത് നമുക്കറിയത്തില്ല. തേയിലയുടെ കളറ് തന്നെ മാറിപ്പോവും അല്ലെ? പിന്നെ ഇത് കണ്ടില്ലേ എന്തൊക്കെ ടൈപ്പിലെ മെഷീനാണ്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റത്തില്ല, ദൂരെ നിന്ന് കാണാൻ വേണ്ടി പറ്റത്തില്ല. നമ്മള് കുറെയൊക്കെ സൂം ചെയ്താണ് ഇങ്ങനെ എടുത്തേക്കുന്നത് കേട്ടോ. അങ്ങനെ കുറെയൊക്കെ കണ്ടിട്ട് നമ്മള് മുകളിലോട്ട് കയറി ചെല്ലുമ്പോ ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാവാ. അത് നിങ്ങൾ കണ്ടോ? എന്തായാലും ഇവിടെ കൂടെ നമുക്കൊരു വിശ്രമിക്കാനൊക്കെ ഉള്ള സൈഡാണ് കേട്ടാ. ഇവിടെ കൂടെ തേയില വരുന്ന കാണാം അല്ലെ? മെഷീനറി കൂടെ ഒരുപാട് മെഷീന്റെ അകത്തോടെ പല പല പ്രോസസ്സിങ്ങിലൂടെയാണ് ഇത് ഇങ്ങനെ ലാസ്റ്റ് തേയിലയായിട്ട് പൊടിഞ്ഞു വരുന്നതാ കാണിക്കുന്നത്. വേണ്ടില്ലേ, പൊടിച്ചെടുക്കുന്നേ കറക്കി ഉണ്ടാ. ശരിക്കും പറഞ്ഞാൽ എന്നും മാത്രം പാടുപെട്ടിട്ടാണ് ലാസ്റ്റ് തേയില എന്ന് പറയുന്നൊരു സംഭവം ആകുന്നത് അല്ലെ? നമുക്ക് അതിശയം തോന്നും കേട്ടാ. പൊടിഞ്ഞൊക്കെ വരുന്നതൊക്കെ കാണാനും മാത്രമുണ്ട്. ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടും കേട്ടാ. അതൊരു നല്ലൊരു കാഴ്ചയാണല്ലോ ബ്ലൂസ്. ഊട്ടിയുടെ കുറെ ഭാഗങ്ങൾ കാണാൻ, കൂടാതെ നിറയെ തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണാൻ. എല്ലാരും അത് ഇന്ന് ഇവിടെ ഇന്നിങ്ങനെ ആസ്വദിക്കുക. ഇത് കണ്ടില്ലേ, നല്ല രസമാണ്. നമുക്ക് പോകാൻ പോലും തോന്നത്തില്ല കേട്ടോ. ഇത് കണ്ടില്ല, തേയിലയുടെ ഒക്കെ പരസ്യമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇവരുടെ ബുദ്ധിയൊക്കെ കൊള്ളാം, സമ്മതിക്കണം. ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെ? തീർച്ചയായും നമ്മൾ ഇവിടെ വരാതെ പോകത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വാങ്ങിക്കാതെയും പോകത്തില്ല. അപ്പം ഏറ്റവും കൂടുതൽ ബിസിനസ് ഭയങ്കര ഒരു പരിപാടി തന്നെയാണ്. കണ്ട ഇത് കണ്ടില്ലേ, ഇതിൽ കൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ പലതരത്തിലുള്ള ഇരിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് ബ്ലൂസ്, എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ക്വാളിറ്റി തേയില നമുക്ക് ഇവിടുന്ന് കിട്ടുമെന്ന് തോന്നുന്നു. കിട്ടും. പിന്നെ നമുക്ക് അതിശയം തോന്നും, മൂന്നാർ പോയാലും കിട്ടും. പിന്നെ അതുപോലെ ഊട്ടിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല തേയിലയൊക്കെ വാങ്ങിച്ചോണ്ട് പോകാൻ പറ്റും. നല്ല നല്ല മൂന്നാറും ഉണ്ട് ഫാക്ടറികൾ. പക്ഷെ ഇതുപോലൊന്നും കാണിക്കുന്ന സ്ഥലം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, ഞാൻ പോയിട്ടില്ല. അതെനിക്കറിയാം, അവിടെയൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു. പക്ഷെ നമ്മള് പോയിട്ടില്ല കേട്ടോ. കണ്ടില്ലേ
കറങ്ങിങ്ങനെ വരുവാണ്, നമ്മളിങ്ങനെ കറങ്ങി കിടക്കും. നമുക്ക് അകത്ത് കയറാൻ വയ്യാത്തോണ്ട് ഇവിടെ ഇന്ന് പൊടിഞ്ഞു വരുന്ന കാണാൻ വേണ്ടി പറ്റും. എന്തായാലും അടിപൊളി സംഭവമാണ് കേട്ടോ. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് അതിശയം തോന്നും കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലും ഇതൊക്കെ കാണാൻ പറ്റുന്നൊന്നും ഓർത്തല്ല, എപ്പോഴും ഇതൊക്കെ കാണുന്നതാണ് ആഗ്രഹം. പക്ഷെ മുമ്പൊക്കെ പറയുമായിരുന്നു ഇതൊക്കെ ഒന്ന് കാണുന്നു, മൂന്നാറൊക്കെ പോകുമ്പോ അവിടെയൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ടോ. പക്ഷെ ഇപ്പോഴാണ് അത് സഫലമായത് കേട്ടോ. ഇനി നമുക്കൊരു ഗിഫ്റ്റ് കിട്ടും അറിയാ. അതാണ് അവരുടെ ബുദ്ധി. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ചായ കിട്ടും കേട്ടോ. സൂപ്പർ ചായ. എന്തായാലും നമ്മൾ വീണ്ടും തിരിച്ചു വന്നത് ഇവിടെ ഒന്നും കൂടെ നോക്കിയിട്ട് ആസ്വദിച്ചിട്ട് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. ആ തണുപ്പും ഈ ഒരു കാഴ്ചയും കൂടെ ആകുമ്പോഴത്തേക്ക് അടിപൊളിയാണ് കേട്ടോ. നോക്കിയാ നമ്മളെ വേറെ ലോകത്ത് കൊണ്ടെത്തിക്കും. ഈയോ എന്തോ കാണുന്നെന്ന് നോക്കിയേ, ഉണ്ടാ അത് ഇവര് തരുന്ന എന്തിലാന്നറിയോ ചായ തരുന്ന? പറ. ദേ ചായ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമ്മളെല്ലാം കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ചൂടുള്ള ചായ നമുക്ക് ഒഴിച്ചു തരും. എന്നാ ടേസ്റ്റാന്നറിയാ ചായക്ക്, പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടാ. ഈ ചായയൊക്കെ കുടിച്ചിട്ട് താഴോട്ട് ഇറങ്ങി നിൽക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്, എല്ലാരും നിൽക്കുന്ന അവിടെ കാണാം. അതിന്റെ അകത്തോടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നല്ലോണം തേയിലയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന കേട്ടോ. ഇവിടെ ആ തേയിലയുടെ എന്തൊക്കെ സംഭവങ്ങളാണ് ഇതുപോലെ ഒട്ടിച്ചു വെച്ചേക്കുന്നത് ഇവര്, കണ്ടില്ലേ. അതിനെപ്പറ്റി വിശദീകരിച്ച് എഴുതിയേക്കുവാണോ ബ്ലൂസ് എവിടെ? എന്തായാലും ഇവിടെ കുറച്ച് നിൽക്കാനൊക്കെയുള്ള സ്പേസ് ആണ്, ഇത് കണ്ടില്ലേ. അപ്പൊ ഇവിടെ നിന്നിട്ടാണ് നമ്മളെല്ലാരും ചായ ഒക്കെ കുടിക്കുന്നത് കേട്ടാ. അപ്പം ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഈ തേയില വാങ്ങിക്കാതെ നമ്മൾ നമ്മുടെ വീട്ടിൽ പോത്തില്ല. അതാണ് ഒരു പ്രത്യേകത. അതൊരു വശീകരണ സംഭവമാണ് അല്ലേ. അതെന്തായാലും അടിപൊളി. അവരുടെ ചായ എങ്ങനെയുണ്ടെന്ന് അവര് മനസ്സിലാക്കി തരുന്നു, അറിയിക്കുവാണ്. പല ടൈപ്പിലുള്ള തേയിലയുണ്ട്. അപ്പം നല്ല വില കൂടിയുണ്ട്, വില കുറഞ്ഞുണ്ട്, അത് ഗ്രീൻ ടീ ഉണ്ട്, സാധാ തേയിലയുണ്ട്, ഇല തേയിലയുണ്ട്, പൊടി തേയിലയുണ്ട്. നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ആരും നിർബന്ധിക്കാനൊന്നും വരത്തില്ല കേട്ടാ. ഇത് വാങ്ങിക്കുന്നു പറഞ്ഞ് അത് നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ആരെയും കുറ്റം പറയണം. നമുക്ക് ഇഷ്ടപ്പെട്ട വാങ്ങിച്ചാൽ. ഇപ്പൊ ചായ കുടിച്ച് നല്ല അടിപൊളി ചായ, എന്തായാലും നമ്മൾ തേയില വാങ്ങിക്കാതെ പോകത്തില്ല. നമ്മളപ്പ അതിൻ്റെ അകത്ത് വില കൂടുതലാണോ കുറവാണോ എന്ന് നമ്മൾ നോക്കത്തില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കും. എന്തായാലും അവരുടെ ബുദ്ധി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് കുഴഞ്ഞു വരുമ്പോഴത്തേക്ക് ചായ തന്ന്, അതിനുശേഷം താഴെ വന്നപ്പോഴത്തേക്ക് ഇതുപോലെ തേയില കാണിച്ചു തന്ന്. വേണ്ട എന്തൊക്കെ ടൈപ്പില് തേയിലയാണ് ഇരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇവിടുന്ന് 2 പാക്കറ്റും കൊണ്ട് പോകത്തുള്ളൂ. എന്തായാലും തസ്മീർ കൂടെ ഉള്ളത് കൊണ്ട് തേയില വാങ്ങിക്കാതെ പോകത്തില്ല എവിടെ പോയാലും കേട്ടാ. കാരണം ഒരു ദിവസം 100 ചായെങ്കിലും വാങ്ങിക്കും. എന്തായാലും ഈ തേയില കമ്പനിയുടെ ഏതെങ്കിലും ഒരു പരസ്യത്തില് തസ്മിനെ എടുക്കൂന്നാണ് ഇപ്പൊ എന്റെ ഒരു സംശയം. കാരണം ഇത്രയധികം ചായ കുടിക്കുന്ന ഒരാള് റിയലായിട്ട് വന്ന് നിന്ന് അതിന്റെ പരസ്യം പറയുമ്പോഴത്തേക്ക് അതല്ലേ ഏറ്റവും നല്ലത്. നല്ല ഐഡിയ. നമ്മൾ അവിടെ കൗണ്ടറിൽ പോയി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കാണിച്ചേരി ഇവിടെ വന്ന് തന്നെ കണ്ട് ഇഷ്ടപ്പെട്ട്. ഇത് കണ്ടില്ല പല ടൈപ്പിലെ തേയില, ആദ്യമായിട്ടാണ് ഇത്രയധികം തേയില ഉണ്ട്. അപ്പൊ ഈ തേയില കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളോട് ചോദിക്കുക ഏതാ വേണ്ടതെന്ന്. അവിടെ ബില്ലടിച്ചിട്ട് ആ ഒരു നമ്മളെ ബില്ലുമായിട്ട് വേറെ സ്ഥലത്ത് ചെല്ലിനാൽ മാത്രമേ നമുക്ക് തേയില കിട്ടത്തുള്ളൂ കേട്ടോ. എല്ലാരും വാങ്ങിക്കുന്ന കണ്ടാ. എന്തായാലും ഞാൻ ബില്ലടിച്ചു കേട്ടോ. എന്തായാലും 2 പാക്കറ്റ് തേയില തസ്മീർ ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്, ഇരിക്കുവാണ്. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ട പൊടിഞ്ഞിരിക്കുന്ന തേയിലയില്ലേ, അത് വാങ്ങിച്ച് ചായ ഇട്ടിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടാ. എപ്പോഴെങ്കിലും വാങ്ങിക്കണം. ഇലത്തേയിലെക്കാട്ടി നല്ല ഈ ഇലത്തേയില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നാലും അത് വെന്ത് കഴിയുമ്പോ നിറയെ നല്ല ചായയൊക്കെ ആണേലും വലുതാവും. ചായയുടെ അകത്ത് നിറയെ ഇങ്ങനെ കിടക്കുമ്പോ അതൊരിതാണ്. പക്ഷെ ഇതിനെക്കാട്ടി ടേസ്റ്റ് പൊടിഞ്ഞു എന്നിട്ട് ഉണ്ട പോലെ ഇരിക്കുന്ന തേയിലയുണ്ട്, അതാണ്. പക്ഷെ എന്തായാലും നമ്മള് വാങ്ങിച്ചപ്പോഴത്തേക്ക് മാറിപ്പോയി. ഇനിയിപ്പോ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഇനിയിപ്പോ സാരമില്ല. അത് വാങ്ങിക്കാനും ഉദ്ദേശിച്ചത്. പക്ഷെ തസ്മീർ അത് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. എന്നിട്ട് നമ്മളിത് അവിടെ ഇത് വാങ്ങിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് നിറയെ ആളായിരുന്നു. അത് വാങ്ങിച്ച് നേരെ താഴെ ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് ചോക്ലേറ്റിന്റെ ഷോപ്പിലേക്കാണ് കേട്ടോ. എന്തായാലും അത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഹരമാണ്. പ്രായഭേദമനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത്. അയ്യോ ഇത്രയധികം ചോക്ലേറ്റ്, ഇത്ര ടൈപ്പിലുള്ള എല്ലാം എന്തൊക്കെ ടൈപ്പിലാന്ന് നോക്കി. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്ങനെ എണ്ണാനാണ് എന്റെ പൊന്നോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൊതിച്ച് പണ്ടാരം അടങ്ങിപ്പോകും. പക്ഷെ നമുക്ക് ഇതെല്ലാം വാങ്ങിക്കാൻ പറ്റൂല. കുറച്ചൊക്കെ വാങ്ങിച്ചോണ്ട് എല്ലാം വാങ്ങിച്ചൊന്നും തരത്തൊന്നുമില്ല. നല്ല ഏറ്റവും ടോപ്പ് നോക്കി ബബ്ലൂസിന് ഇഷ്ടമുള്ള
ഒരു 10-20 ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടു. എന്തായാലും ഒരു വെറൈറ്റി ചോക്ലേറ്റ് തന്നെ വാങ്ങിക്കണം. നമ്മൾ ഇതുവരെയായിട്ടും കഴിച്ചു നോക്കാത്തേ. എന്നിട്ട് ബബ്ലൂസിനെ ഇവിടെ വെച്ച് തന്നെ കഴിപ്പിക്കുകയും ചെയ്യും. ഇതിന്റെ അകത്ത് മറ്റേ ബ്ലൂബെറി അല്ല, ബ്ലൂബെറിയുടെ വഫൽ എന്ന് പറഞ്ഞ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ചോക്ലേറ്റിനെ പറ്റി കേൾക്കുന്നതും കാണുന്നത്. എന്തായാലും അതെന്തായാലും വാങ്ങിച്ചിട്ടേ ഉള്ളു കാര്യം കേട്ടോ. എന്തായാലും നമുക്ക് അത് വാങ്ങിക്കാമല്ലോ ബബ്ലൂസ്. സാധാരണ നമ്മളെപ്പോഴും കഴിക്കുന്ന വാങ്ങിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കഴിക്കാത്തത് നമ്മൾ വെറൈറ്റി ആയിട്ട് തോന്നിയൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് നമ്മൾ വാങ്ങിച്ച് കഴിച്ചൊക്കെ നോക്കണം. ഒക്കെ വല്ലപ്പോഴും അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു അവസരമല്ലേ. എന്തായാലും നിറയെ ആൾക്കാരാണ് ചോക്ലേറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. നോക്കി എന്ത് തിരക്കാണെന്ന് നോക്കി. എന്താ എന്തൊക്കെ കളറില് എന്തൊക്കെ ടൈപ്പില് ചോക്ലേറ്റ്. ഈയോ, ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന സ്ഥലമാണ് ബബ്ലൂസ് ഇത്. അതെ, ഒരു ദിവസം. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞാൻ കണ്ടത് തേയില വാങ്ങിക്കുന്നൊക്കെ ഈ ചോക്ലേറ്റ് വാങ്ങിക്കുന്നതാണ് കണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവരാണ്. പിന്നെ ഇതിന്റെ സിറപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചോക്ലേറ്റിന്റെ അവിടെയൊക്കെ ഇരിപ്പുണ്ട്. എല്ലാ ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ബ്ലൂബെറി വഫൽ വൈറ്റ് ചോക്ലേറ്റ് ആണ് വാങ്ങിച്ചേക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതുപോലെ ചോക്ലേറ്റിന് ക്യൂ ആയിട്ട് നിന്ന് വാങ്ങിക്കുന്ന ഒരു സ്ഥലം വേറെ എവിടെ ഇല്ല കേട്ടോ ബബ്ലൂസ്. ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ കാണാനായിട്ടായിരിക്കും. അങ്ങനെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് താഴോട്ട് പോയി. ഇനി ടേസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അത് എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. നമ്മളൊരു ചോക്ലേറ്റ് ആദ്യമായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് അതല്ലേ അതിൻ്റെതായ ഒരു ശരി. നിങ്ങളെയും കൂടെ കാണിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? എന്തായാലും ഇവിടുന്ന് തന്നെ ചോക്ലേറ്റ് കഴിക്കണമെന്ന് ബബ്ലൂസിന് ഭയങ്കര ആഗ്രഹമാണ്. തസ്മീർ എന്താ എന്നോട് പറഞ്ഞ എനിക്ക് കുറെ ചോക്ലേറ്റ് മേടിച്ചു തരാം. നിങ്ങൾ എണ്ണല്ല പല ടൈപ്പിൽ മേടിച്ചു തരണമായിരുന്നു. അതല്ലേ അതിന്റെ കാര്യം. അല്ലാതെ ഒരു ടൈപ്പിൽ എന്താ പറയാ, മതി 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 ചോക്ലേറ്റ് കൂടുതൽ കഴിച്ചാൽ കൊള്ളത്തില്ലെന്ന് എന്നോട് പറയുന്നത്. ഇപ്പൊ നിങ്ങളോട് വെറുതെ പറയാട്ടാ. എന്തായാലും ചോക്ലേറ്റ് നല്ല രീതിയിൽ നല്ല ചോക്ലേറ്റ് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അത് ബബ്ലൂസിന് പനിയായത് കാരണമല്ല ഞാൻ ചോക്ലേറ്റ് കുറച്ച് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. നോക്കി, ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ചോക്ലേറ്റ് കഴിച്ചു നോക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ആ ബ്ലൂബെറിയുടെ ഒക്കെ നല്ല ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി തസ്മീറിന് തന്നെ കൊടുക്കാം. തസ്മീർ എന്താ ഇങ്ങനെ പറയുന്നത് പറയാം, അധികം ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഓവറായിട്ട് അങ്ങനെ കഴിക്കുന്നത് ഒരെണ്ണം വല്ല ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ. അപ്പൊ ഞാൻ പല സ്ഥലത്തു നിന്നും ചോക്ലേറ്റ് വാങ്ങിക്കാൻ കാരണം അത് മൊത്തം എനിക്ക് കഴിക്കാലോ. ചായ ആണെങ്കിൽ എനിക്ക് കിട്ടത്തില്ല കേട്ടാ. അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരുപാട് ഷോപ്പിങ്ങിന്റെ ഏരിയ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ നോക്കി, എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. കൂടുതൽ തണുപ്പിന് ഇടുന്ന സാധനങ്ങളൊക്കെയാണ് കണ്ടേക്കുന്നത്. കണ്ടില്ലേ? എന്തായാലും ഒരു കാര്യം ഉറപ്പാ ബബ്ലൂസ്, ഇത് അവരുടെ ഒരു ബിസിനസ് തന്ത്രമാണ്. ഇതിന്റെ അകത്ത് കുറെ പിന്നെ ഇതിന്റെ താഴോട്ട് നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ഷോപ്പിംഗ് കൂടെ ചെയ്തിട്ട് പോകാൻ പറ്റിയതാണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. നല്ല തിരക്കാണ് ഇതിന്റെ അകത്ത് ഇത് കാണാൻ വേണ്ടി. എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ബൈ ബൈ, ലൈക്ക് ചെയ്യണേ.